മെഡിസിനെറ്റ് ഇന്ത്യ വിഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 25 കൊല്ലത്തിനിടെ വൈദ്യശാസ്ത്ര രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടായ ഒരു വിഭാഗമാണ് അനസ്തീഷ്യോളജി. ഇന്ന് വളരെ സങ്കീർണമായ ശസ്ത്രക്രിയകളും അതുപോലെ തന്നെ ശസ്ത്രക്രിയകൾക്ക് ശേഷം രോഗികളെ പരിപാലിക്കുന്നതിലും അനസ്തീഷ്യ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അനസ്തീഷ്യയും അതേക്കുറിച്ചുള്ള മിഥ്യാധാരണകളുമാണ് മെഡിസിനെറ്റ് ഇന്ത്യ വിഷയത്തോട് ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിനായി എറണാകുളം മെഡിക്കൽ സെന്ററിലെ അനസ്തീഷ്യോളജി വിഭാഗം തലവനായ ഡോക്ടർ മാത്യു വർഗീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ സ്വാഗതം. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 170708. എറണാകുളത്തിന് പുറത്തുനിന്നുള്ളവർ 0484 എന്ന കോഡ് കൂടി ചേർക്കുക. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പം മിക്കവർക്കും ഈ അനസ്തീഷ്യോളജി എന്നുള്ള വിഭാഗത്തെക്കുറിച്ച് പോലും അറിയില്ല. ആദ്യം തന്നെ അനസ്തീഷ്യ എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ചൊന്ന് വിവരിക്കാം. അനസ്തീഷ്യ എന്ന വാക്ക് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം ലോസ് ഓഫ് സെൻസേഷൻ. ഒരു ഓപ്പറേഷന് വിധേയമാകുന്ന ഒരു രോഗിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സെൻസേഷൻ എന്ന് പറഞ്ഞ വേദനയാണ്. ആ വേദനയെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അനസ്തറ്റിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നരമ്പിൽ മരുന്ന് കുത്തിവെച്ചോ അല്ലെങ്കിൽ പല വിധമുള്ള ഗ്യാസുകൾ ഉപയോഗിച്ചോ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ മരുന്നുകൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട്. അപ്പോൾ ആ പാർശ്വഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കംപ്ലീറ്റായിട്ട് മോണിറ്റർ ചെയ്ത്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രോഗിയുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, കിഡ്നിയുടെ ഫങ്ഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ, ഇതെല്ലാം മോണിറ്റർ ചെയ്ത് ഇന്നത്തെ ആധുനിക സെറ്റപ്പിൽ എല്ലാം നമുക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ് ബൈ മിനിറ്റ് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് അനസ്തീഷ്യ. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ശസ്ത്രക്രിയകളും ഏറ്റവും പ്രൊലോങ്ഡ് ആയിട്ടുള്ള വാട്ടെവർ ഇറ്റ് ഈസ് എന്താണെങ്കിലും നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ അനസ്തീഷ്യയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണ്? അനസ്തീഷ്യയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ വരാനുള്ള പ്രധാന കാരണം അനസ്തറ്റിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഈ രോഗി അറിയുന്നില്ല. കാരണം രോഗി ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ നമ്മളൊരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അവരുടെ സ്റ്റെത്ത് വെച്ച് നോക്കുന്നു, BP നോക്കുന്നു, ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യുന്നു. ഈ രോഗി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു അനസ്തറ്റിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ആ രോഗി മയങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ 4-5 മണിക്കൂർ ചെയ്യുന്ന എന്താണെന്ന് ഈ രോഗി അറിയുന്നതേ ഇല്ല. സാധാരണ മിഥ്യാധാരണകൾ എന്ന് പറയുമ്പോൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലെ ഒരു കറുത്തൊരു മാസ്ക് ഇങ്ങനെ മുഖത്തോട്ട് പിടിക്കുന്നു, ഒരു കറുത്ത ബാഗ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അതോടുകൂടി എന്തോ മണപ്പിക്കുന്നു, ക്ലോറോഫോം എഴുതോ മണപ്പിച്ചു, അനസ്തീഷ്യ കഴിഞ്ഞു. അല്ലെങ്കിൽ ചിലർ പറയുന്നു എന്തോ നരമ്പിൽ കുത്തിവെക്കുന്നു, അതുകൊണ്ട് അനസ്തീഷ്യ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതിനെന്തെല്ലാം ഭവിഷ്യത്തുകളുണ്ടെന്നുള്ളതും അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളതും പൊതുജനത്തിന് വളരെ ഐഡിയൽ. ഉദാഹരണം പറയാനാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് 2 മാസം പ്രായമായ ഒരു കുട്ടിയെ 4-5 മണിക്കൂർ നേരം സർജറി ചെയ്യേണ്ട ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവരികയാണ്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, കാണിച്ചു, ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അവസാനം അമ്മ ചോദിക്കുന്നു, എന്ത് അനസ്തീഷ്യ ഡോക്ടറെ കൊടുക്കുന്നത്? അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എന്നെ ഓവർടേക്ക് ചെയ്ത് പറയുകയാണ്, അത് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും, അതോടെ തീർന്നു. എന്നാൽ ഈ കുട്ടിയെ 4 മണിക്കൂർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? അതിൻ്റെ ഹാർട്ട് റേറ്റ്, അതിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ബ്ലഡ് പ്രഷർ, എന്തുമാത്രം ബ്ലഡ് പോയി, അതിൻ്റെ യൂറിൻ ഔട്ട്പുട്ട്, കിഡ്നി എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിയുള്ള മെയിൻ ഫങ്ഷൻസ്, വൈറ്റൽ ഫങ്ഷൻസ് എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ 12-24 മണിക്കൂർ നേരം വീണ്ടും നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് ചിലപ്പം നോർമലാക്കി കൊണ്ടുവരേണ്ടത്. അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു ശാഖയാണ് ഈ അനസ്തീഷ്യ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ അഡ്വാൻസ്ഡ് ഇതായതുകൊണ്ട് നമുക്കതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ അനസ്തറ്റിസ്റ്റിന്റെ റോള് എന്താണ്? അനസ്തറ്റിസ്റ്റിന്റെ റോള് മെയിനായിട്ട് പറയുകയാണെങ്കിൽ രോഗിയെ ഉറക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഉറക്കിയാൽ മാത്രം പോരാ, ഉണർത്തുകയും കൂടെ വേണം. ശരിയായിട്ട് ഉണർത്തണം. ഉണർന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഇന്നത്തെ മെഡിക്കൽ ലീഗൽ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം ആദ്യമായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ അനസ്തീഷ്യ ഒരുപാട് ഡെവലപ്ഡായി എന്ന് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ട്രോമ കെയർ, ഇമ്മീഡിയറ്റ് ട്രോമ ലൈഫ് സപ്പോർട്ട് ഒരു അനസ്തറ്റിസ്റ്റിന് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി, ഒരു ആക്സിഡൻറ്റിൽ വരുന്നൊരു പേഷ്യൻ്റ്
പെട്ടെന്ന് മരിക്കാനുള്ള പ്രധാന കാരണം അവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുക എന്നുള്ളതാണ്. ഉദാഹരണം പറയാനാണെങ്കിൽ നിങ്ങൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ എത്ര സെക്കൻഡ് തല താഴ്ത്തി വെച്ച് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് കിടക്കാൻ പറ്റും? ഒരു 60 സെക്കൻഡ് പറ്റൂ. അപ്പോഴത്തേക്ക് ശ്വാസം മുട്ടി. അപ്പം ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞ പ്രശ്നം ഉണ്ടാവുള്ളൂ. ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതാണ് 3 മിനിറ്റിനുള്ള ആ പേഷ്യനെ മരണത്തിലേക്ക് നയിക്കും. അപ്പം ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഞാൻ ഗോൾഡൻ മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ 3 മിനിറ്റ് ഉള്ളിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആ എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സമർത്ഥനായ ഡോക്ടർ അനസ്തറ്റിസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദിവസവും ചെയ്യുന്ന ജോലിയാണ് അവർ. നമുക്കിപ്പം ആക്സിഡന്റിൽ ഫേസ്, മുഖത്ത്, മൂക്ക്, വായ ഒന്നും കാണാൻ മേല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തൊണ്ടയിൽ ഒരു കിഴുത്ത് കഴിച്ചിട്ട് ഒരു ട്രക്യോസ്റ്റമി ട്യൂബോ ഒരു ക്രിക്കോതെറാപ്പി ട്യൂബോ പെട്ടെന്നിട്ട് പേഷ്യനെ ഓക്സിജനേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യം ഈ അനസ്തറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പലരെയും നമ്മുടെ ട്രീറ്റ് ചെയ്ത് പരിചയം, അതായത് എമർജൻസി സിറ്റുവേഷനിൽ ഞാൻ അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോകുന്നതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പം അവരെ പെട്ടെന്ന് തന്നെ ഇൻറ്റിബേറ്റ് ചെയ്തു. അവരിന്ന് ഈ പാലാരിവട്ടം കൊച്ചി ഏരിയയിൽ കുറേ ആൾക്കാരുണ്ട്. കാണുമ്പം 2 കൈ കൂപ്പി ഒരു നമസ്കാരമൊക്കെ ഉണ്ട്. ഞാനും തിരിച്ച് നമസ്കരിക്കും. കാരണം അവരറിയുന്നില്ല ഞാൻ എന്താ ചെയ്തെന്നുള്ളത്. പക്ഷേ കൂടെ വന്ന ആൾക്കാർ പറയേണ്ടി നിന്നെ അന്ന് രക്ഷിച്ച് ഈ ഡോക്ടറാന്ന് പറയും. അപ്പോൾ ദാറ്റ് മീൻസ് അനസ്തറ്റിസ്റ്റിനെ ആരും അറിയുന്നില്ല. പക്ഷേ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിതൊരു ഗാനമേള നടത്തുന്നു. മെയിൻ പാട്ടുകാരനെ മാത്രമേ എല്ലാവരും അറിയുന്നുള്ളൂ. ഓർക്കസ്ട്ര ടീം അല്ലെങ്കിൽ പിയാനോ വായിക്കുന്നു ആരാണെന്ന് ശ്രദ്ധിക്കുന്നു. പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാവരും ഒത്തൊരുമിച്ച് പോയാലേ ഒരു ഗാനമേള നന്നാവുള്ളൂ. അപ്പോൾ ഇത് ടീം വർക്കാണ്. അനസ്തറ്റിസ്റ്റും സർജനും തിയേറ്റർ സ്റ്റാഫും എവരിബഡി ഇൻക്ലൂഡഡ് എല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു ടീം വർക്കിലെ മാത്രമേ ഇത് സക്സസ്ഫുൾ ആയി മുമ്പോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ലഭ്യമാണോ? എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു. അവരിപ്പോൾ ഒരു 4.5 മാസത്തെ ഷോർട്ട് ടൈം കോഴ്സ് അനസ്തീസിയ MBBS കഴിഞ്ഞ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഒരു പ്ലാനുണ്ട്. അവരെ പെരിഫറിയിലോട്ട് വിടാൻ പോവുകയാണ്. പക്ഷെ അത് ഏറ്റവും മണ്ടത്തരമാണ് കാരണം ഞാൻ 2 വർഷം ഡിപ്ലോമ ഇൻ അനസ്തീസിയയും 3 വർഷം MD ഇൻ അനസ്തീസിയയും കഴിഞ്ഞിട്ട് പോലും, ഇപ്പോൾ 19 വർഷം സർവീസും കഴിഞ്ഞിട്ട് പോലും നാളെ എനിക്ക് ധൈര്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വേറെ കിട്ടുന്ന പേഷ്യൻ്റ് എന്തായാലും ഡിഫറൻ്റ് ആയിരിക്കും. അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് സകല വിധ പ്രാർത്ഥനകളും ഒക്കെ നടത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടത്. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു പണിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് നിസ്സാരമായിട്ട് ഒരിക്കലും എടുക്കരുത്. ഇത് കുഞ്ഞുകളിയല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.